പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷാദ മനോഭാവത്തോടുകൂടെ ആയിരിക്കുന്ന സാഹചര്യമുണ്ട്. വിഷാദം ഉണ്ടാകുക, ഇത് പിശാച് കൊണ്ടുവരുന്ന വലിയൊരു ആയുധമാണ്. വിഷാദം മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, ഇരുട്ട് കൊണ്ടുവരുന്ന, ഒരു തെളിച്ചം വരാതെ. മനസ്സിന് തെളിച്ചമില്ലാത്തതുകൊണ്ടാണ് മുഖത്ത് തെളിച്ചം വരാത്തത്. പലപ്പോഴും നമ്മൾ പലരെയും കണ്ടിട്ടില്ല, എപ്പോഴും ഇങ്ങനെ കരുവാളിച്ച മുഖവുമായി, ക്ഷീണിച്ച മനസ്സും മുഖവും നമ്മുടെ അടുക്കലുള്ള പല ആളുകളെ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയും. അവരുടെ വീട്ടിലോട്ട് നോക്കിക്ക്, അവിടെയും ഭയങ്കര ഇരുട്ടായിരിക്കും. അവരുടെ വീട്ടിലെ മക്കൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ജോലി ചെയ്താൽ സാമ്പത്തികമായി നന്മ ഉണ്ടാകുന്നില്ല, കിട്ടിയതെല്ലാം ഓട്ടസഞ്ചി വീഴുന്നത് പോലെയാണ്. അത് നിമിത്തം എന്താ സംഭവിക്കുന്നത്? വിഷാദ മനോഭാവം ഉണ്ടാകുക, വല്ലാത്തൊരു തകർച്ച ഉണ്ടാകുക. എന്നാൽ 42-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? സങ്കീർത്തനക്കാരനായി കോരഗ് പാടിയപ്പോൾ പറയുകയാണ്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ഉള്ളിൽ ഞരങ്ങുന്ന പ്രിയപ്പെട്ടവരോടാ ഞാൻ പറയുന്നത്. മക്കളുടെ ഭാവിയെ ഓർത്ത്, കുടുംബജീവിതത്തെ ഓർത്ത്, നാളത്തെ വിഷയത്തെ ഓർത്ത് ഉള്ളിൽ ഞരങ്ങുക. ഈ ഉള്ളിൽ ഞരങ്ങുന്ന പ്രത്യേകത എന്താ ചോദിച്ചാൽ, പുറത്ത് ചിലപ്പോൾ കാണണമെന്നില്ല, അകത്ത് കിടന്നിങ്ങനെ നെരിപ്പോട് കത്തുന്ന പോലെ കത്തും, ഭൂമി പുകയുന്നത് പോലെ പുകയും. ഈ പുകച്ചിൽ അങ്ങോട്ട് കയറിയിട്ട്, ഈ കത്തൽ അങ്ങോട്ട് ഉണ്ടായിട്ട് പെട്ടെന്ന് ഭാര്യയോട് വയലന്റ് ആവും, ഭർത്താവിനോട് വയലന്റ് ആവും, മക്കളോട് വയലന്റ് ആവും. പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലയിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തു പോലെ നമ്മളായിത്തീരുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? ഉള്ളിൽ കത്തി കത്തി കരിഞ്ഞ് കരിഞ്ഞ് അത് പുകഞ്ഞ് 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 നിൽക്കുകയാണ്. ഇത് ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. ഇത് ഉള്ളിനകത്ത് കിടന്ന് ഇങ്ങനെ ഇത് സർക്കിളായി കിടന്ന് കറങ്ങുകയാണ്. എന്നാൽ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നവരോട് ഈ വചനത്തിൽ കൂടെ പറയുക, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, പലതിനെ ചൊല്ലി വിഷാദ മനോഭാവത്തോടു കൂടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെ, എവിടെയോ തകർച്ച അനുഭവിച്ചവരെ പോലെ, ഗതി പിടിക്കാൻ പറ്റത്തില്ലെന്ന് നാം നമ്മെ തന്നെ നോക്കി വിധി എഴുതി നമ്മുടെ ഉള്ളിനകത്ത് ഇരുള് കയറി അടഞ്ഞിരിക്കുമ്പോൾ, ദൈവമക്കളോട് ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം, ദൈവത്തിൽ പ്രത്യാശ വെക്ക്. ദൈവത്തിൽ പ്രത്യാശ വെച്ച ഒരു മനുഷ്യനും തകർന്നു പോയിട്ടില്ല. ദൈവത്തിൽ പ്രത്യാശ വെച്ച ഒരു മനുഷ്യനും നശിച്ചു പോയിട്ടില്ല. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിലാണ് പ്രത്യാശ വെക്കുന്നതെങ്കിൽ ഏത് ശക്തിയെ നിങ്ങൾക്ക് തകർത്ത് ജയിക്കുവാൻ കഴിയും. 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടെ യാത്ര ചെയ്തു എന്ന് നമുക്കറിയാം. ഏതാണ്ട് 10-40 ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലമാണ്. പക്ഷെ ദൈവം മരുഭൂമി കൂടി ഇന്ന് വട്ടം കറക്കി. എന്താ കാര്യം? ചെങ്കടന്റെ മുമ്പിൽ നിന്ന് ഒറ്റ പുറുപുറുത്ത വാക്ക് പറഞ്ഞതാ, ഇവിടിട്ട് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? മിസ്രൈമിൽ എന്താ ശവക്കുഴി ഇല്ലേ എന്ന് പറഞ്ഞ് ഭക്തനായ മോശയോട് പുറുപുറുത്തു. ദൈവത്തിനെ കൊണ്ട് സഹിച്ചില്ല. പലപ്പോഴും നമ്മുടെ വാക്കുകൾ ദൈവത്തിന് സഹിക്കുന്നില്ല പ്രിയരെ. നമ്മുടെ പിറുപിറുക്കുകൾ ദൈവത്തിന് സഹിക്കുന്നില്ല. ചില നിസാര കാര്യങ്ങൾക്ക് നമ്മൾ പിറുപിറുക്കുക. പണ്ട് പത്രോസ് ചോദിച്ചില്ലേ, നാഥാ നശിച്ചു പോകുന്ന ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്നില്ലേ? ഈ വാക്ക് കർത്താവിന് ഇഷ്ടമല്ലാത്തൊരു വാക്കാ. അതുകൊണ്ട് എന്താ സംഭവിക്കും? ദൈവകോപം നമ്മളിലേക്ക് അങ്ങ് വരികയാണ്. നാളെ കിട്ടേണ്ട അനുഗ്രഹത്തെ ദൈവം തന്നെ അങ്ങ് മാറ്റി വെക്കുക. കുറച്ചുകൂടെ കഴിയട്ടെ, കാരണം ഇവൻ പിറുപിറുക്കുകയല്ലേ. പാപം ചെയ്ത പല പാപങ്ങളും ഉണ്ട്. പാപം ചെയ്ത ദൈവം വേഗത്തിൽ ക്ഷമിക്കും, ഏറ്റു പറഞ്ഞാൽ മതി. പക്ഷെ ചില പിറുപിറുപ്പുകൾ ദൈവം ഏറ്റു പറഞ്ഞപ്പോൾ ചിലപ്പോൾ ദൈവം ക്ഷമിക്കത്തില്ല. കാരണം ദൈവത്തിന് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പിറുപിറുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ആ പിറുപിറുപ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? വിഷാദം നമ്മുടെ ഉള്ളിൽ തളം തട്ടുമ്പോഴാണ്. വിഷാദം നമ്മുടെ ഉള്ളിൽ തളം തട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? അവന് ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. 40 വർഷം യാത്ര ചെയ്ത് കനാൻ ദേശം ഒറ്റി നോക്കാൻ വേണ്ടി പോയത് 40 പേരല്ല, 40 ലക്ഷം ആളുകളുമല്ല. അവിടെ 12 പേരാ പോയത്. 12 പേര് പോയപ്പോൾ 12 പേരിൽ 12 പേരും കനാൻ ദേശം കണ്ട്, അഭിവൃദ്ധി കണ്ട്, നന്മ കണ്ട് തിരിച്ചു വന്നു. എന്നാൽ യോശുവയും കൂട്ടരും 12 പേരും പറഞ്ഞ വാക്ക് ഭയങ്കര ശ്രദ്ധേയമാണ്. 10 പേര് പറഞ്ഞത് നമുക്ക് പറ്റത്തില്ല, നമുക്ക് പറ്റിയ സ്ഥലമല്ല, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. കാരണം അകത്തെന്തോ കയറി, വിഷാദം കയറി, ഭാരം മാനസികമായി തകർന്നുപോയി. കാരണം അനാക്യ മല്ലന്മാരെയും ആ നെഞ്ചെടുപ്പൊക്കെ കണ്ടപ്പോൾ ഇവര് ഭയന്നു. അവരുടെ നിപ്പും മട്ടും പ്ലാനും ഒക്കെ കണ്ടപ്പോൾ 10 പേരുടെ കാലിന്റെ മുട്ട് വിറച്ചു. അവർ പറഞ്ഞു, നമുക്ക് നിന്ന് പിടിച്ചടക്കാനുള്ള ശക്തിയൊന്നുമില്ല, നമ്മളെക്കാൾ പ്രബലപ്പെട്ട ആളുകൾ അവിടെ ഉണ്ട്.
എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച രണ്ടുപേര്, കാലേബും യോശുവയും, അവർ പറഞ്ഞത് എന്താണ്? അങ്ങനൊന്നും അല്ല പ്രിയ സഹോദരങ്ങളെ, നമ്മളതിനെ പിടിച്ചടക്കും. ദൈവം നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, അത് നമ്മൾ പ്രാപിക്കും. എന്താ കാര്യം? ഈ ഭക്തന്മാരായിരിക്കുന്ന ഈ യോശുവയുടെയും കാലേബിന്റെയും അകത്ത് എന്താ സംഭവിച്ചത്? ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ വർദ്ധിച്ചു. ഇന്ന് രാവിലെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ പരാജയത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ആ തരംഗം ധ്വനിപ്പിക്കുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. ഏത് പ്രതിസന്ധിക്കകത്തും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഞാൻ കർത്താവിൽ ഇതിനെ നേടും, കർത്താവിൽ ഞാനിത് പ്രാപിക്കും, കർത്താവ് എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമെന്ന് ഉറക്കെ പറയുന്നവരെയാണ് ഇന്ന് രാവിലെ ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, സങ്കീർത്തനക്കാരൻ പറഞ്ഞ അതേ അർത്ഥത്തിൽ വിഷാദിച്ച് ഉള്ളിൽ എന്ത് ചെയ്യരുത്? ഞരങ്ങരുത്. ഞരങ്ങുന്ന വാക്കുകൾ ഇനിയും പറയരുത്. ഞെരുക്കത്തിന്റെ വാക്ക് ഇനിയും പറയരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ, ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ എന്ന് നിങ്ങൾ പറയരുത്. ഈ രോഗത്തെ മാറ്റാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എത്രയോ പേരെ എനിക്കറിയാം കീമോ എടുത്തവർ സൗഖ്യമായത്, ഡയാലിസിസ് ചെയ്തവർ സൗഖ്യമായത്. എത്രയോ പേരെ എനിക്കറിയാം ബ്രെയിൻ സംബന്ധമായ രോഗം വന്നിട്ട് ശബ്ദം പോയി, കണ്ണിന്റെ കാഴ്ച പോയി, ഒരു സൈഡ് മൊത്തം പാരലൈസ് ആയി, ഇന്ന് ചാടി എഴുന്നേറ്റ് നടന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എത്ര പേരെ എനിക്കറിയാം. അതുകൊണ്ട് ജീവിതത്തിൽ കയറി വരുന്ന വിഷാദ വിഷയത്തിനകത്ത് നിങ്ങൾ തളർന്നു പോകാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ മതി. ആ പ്രത്യാശ എന്നിൽ വളരുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആ പ്രത്യാശ എന്നിൽ ജീവിക്കുമ്പോൾ നമ്മുടെ തലമുറയിൽ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൽ അങ്ങ് പ്രത്യാശ വെക്ക്. വിഷാദ മനോഭാവത്തോടെ ജീവിക്കാതെ, ഡിപ്രഷനിൽ ജീവിക്കാതെ, തകർന്നു എന്ന് പറഞ്ഞ് ജീവിക്കാതെ, എൻ്റെ കർത്താവിനാൽ ഞാൻ അതിനെ ജയിക്കും എന്ന് പറഞ്ഞ് ഒന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, കർത്താവിന്റെ സന്നിധി സ്തോത്രം ചെയ്ത്, ദൈവത്തിന്റെ ആത്മാവിൽ കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ ഞാൻ അങ്ങിൽ പ്രത്യാശ വെക്കുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് കർത്താവിനോട് പറ, എന്നോടല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവരോടല്ല, കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് അങ്ങിൽ ഭയങ്കര പ്രത്യാശയാ. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച ആരും തകർന്നു പോയില്ല. ദാനിയേൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. അതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവമുഖത്തേക്ക് ദാനിയേൽ നോക്കി. യെരൂശലേമിന്റെ മുമ്പിലുള്ള കിളിവാതിൽ തുറന്നിട്ടിട്ട് ദൈവത്തെ പ്രത്യാശ വെച്ച് 3 വട്ടം പ്രാർത്ഥിച്ചു ഒരു ദിവസം. ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്ക്. ആ കിളിവാതിൽ തുറന്നിട്ടിട്ട് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്ത്. ദാനിയേലിനെ പോലെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ഒരു മടങ്ങിവരവ് തരണേ, ഒരു പുതുക്കം തരണേ, നഷ്ടപ്പെട്ടു പോയി തിരിച്ചു തരണേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക്. വിഷാദിച്ചിരിക്കാതെ, സ്വയം പ്രാകാതെ, സ്വയം ശപിക്കാതെ, എൻ്റെ ഗതി ഇങ്ങനെ ആയല്ലോ, ഇത് മറ്റൊരാൾക്ക് ഉണ്ടാകല്ല ഇതുപോലെന്ന് പറഞ്ഞ് ജാതികളെ പോലെ പല്ലുകടിച്ച് സ്വയം നശിപ്പിക്കാതെ, നമുക്കൊരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം. അങ്ങിൽ പ്രത്യാശ വയ്ക്കുവാൻ, അങ്ങിൽ ജ്വലിക്കുവാൻ, അങ്ങിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണേ. ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ. ആത്മാവിൽ ഞങ്ങളെ ഒരുക്കണമേ. ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിഷാദിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിഷാദങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, കഷ്ടതകൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിഷാദം മാറ്റുന്ന ദൈവം നിങ്ങളെയും വിടുവിക്കും. ദൈവത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുക. അവിടുന്ന് മുഖപ്രകാശ രക്ഷയും ദൈവം എന്ന് ഏറ്റു പറയത്തക്ക നിലയിൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ധൈര്യമായിട്ടിരിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.